നമസ്കാരം, മുത്തിന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലാണെന്ന് മനസ്സിലായോ? ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ പാൽപ്പായസത്തിൻ്റെ പേരിൽ പ്രസക്തിയുള്ള ഒരു ക്ഷേത്രം. ഇവിടുത്തെ പാൽപ്പായസം ഭയങ്കര ഫേമസ് ആണ്. പാൽപ്പായസത്തിൻ്റെ പേരിൽ പ്രസക്തിയുള്ള ഒരു ക്ഷേത്രമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഏതാണ് ആ ക്ഷേത്രമെന്ന്. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വരവ്. അപ്പം ഇവിടുത്തെ ഭഗവാൻ വിചാരിച്ച് കാണും ഞാൻ ഇവിടെ എത്തണമെന്ന്. അങ്ങനൊരു നിയോഗം ഉണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് പാൽപ്പായസം കഴിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എനിക്ക് ഇവിടുത്തെ പാൽപ്പായസം കിട്ടി. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് പാൽപ്പായസത്തിൻ്റെ രുചി അറിയാൻ പറ്റുന്നത്. ഇവിടുത്തെ ഞാൻ കഴിച്ചിട്ടതേ ഇല്ല. ആദ്യമായിട്ട് ഭഗവാനെ കാണാൻ വന്നു. ആദ്യമായിട്ട് എനിക്ക് പാൽപ്പായസം കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. എങ്ങനെയാണ് ഭഗവാൻ കിണനോട് അതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ പാൽപ്പായസത്തിൻ്റെ പേരിൽ പ്രസക്തിയുള്ള ക്ഷേത്രമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഏതാണ് അതേ ക്ഷേത്രമെന്ന്. അത് ഞാൻ നിൽക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ കൂടുതൽ വീഡിയോയിലേക്കും കൂടുതൽ ഐതിഹ്യങ്ങളിലേക്കും പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കല്ലേ. കൂടുതൽ വീഡിയോയിലേക്ക് പോകാം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗോശാല കൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഭാവങ്ങളിലും സങ്കല്പിച്ചു വരുന്നുണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസം ലോകപ്രസിദ്ധമാണ്. ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ എത്തുമെന്ന ഐതിഹ്യം കൂടിയുണ്ട്. 2026 ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ വർഷമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന പള്ളിപ്പാന എന്ന് പറഞ്ഞ അതിപ്രസിദ്ധമായ ആചാരപരമായ ചടങ്ങ് 2026 നടക്കുന്നത്. പള്ളിപ്പാന ചടങ്ങ് 2026 ഫെബ്രുവരി മാസം 8 മുതൽ 2026 ഫെബ്രുവരി മാസം 22 വരെയാണ് പള്ളിപ്പാന ചടങ്ങ് നടക്കുന്നത്. പള്ളിപ്പാന ചടങ്ങിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ദ്രവ്യകലശം എന്ന ചടങ്ങ് നടക്കുന്നത് 2026 ഫെബ്രുവരി മാസം 26 മുതൽ 2026 മാർച്ച് മാസം 5 വരെയാണ് ദ്രവ്യകലശം എന്ന ചടങ്ങ് നടക്കുന്നത്. രണ്ട് ചടങ്ങിൻ്റെയും കൂടുതൽ വിശദമായ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷം എന്തായാലും പറ്റുമെങ്കിൽ എല്ലാവരും പോയി ദർശനം നടത്തണം. അപ്പോൾ അത്രയേ ഉള്ളൂ. മുതലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.